പിന്നെ നിങ്ങള് പെങ്ങള് വരണുണ്ടെന്ന് കരുതിയിട്ടേ ഞാൻ കുറച്ച് ഇറച്ചും പൊറാട്ടി ഓൾക്ക് ഉണ്ടാക്കി വെക്കാം. അല്ലേ പിന്നെ എന്റെ വർത്താനം കേട്ടോ വിചാരിക്കും അവള് എപ്പോഴും ഇവിടെ വന്ന് കിടക്കുകയാണെന്നുള്ളത്. ഉമ്മാരി പനി മരണ ശേഷം അവൾ ഇങ്ങോട്ട് വന്നിക്കണം. അല്ല, നിങ്ങള് പെങ്ങളെ ഇവിടെ നിങ്ങൾ കെട്ടിച്ചു വിട്ടതല്ലേ? അത് പണ്ടും പണമൊക്കെ എടുത്ത് കെട്ടിച്ചു വിട്ടത് തന്നെയല്ലേ? പിന്നെ അവിടെ നിന്നാ പോരാ. പിന്നെ മനുഷ്യന്മാരെ മെനക്കെടുത്താനായിട്ട് ഇങ്ങോട്ട് കയറി വരുന്ന എന്തിനാണ്? ഇതൊക്കെ കുറച്ച് ഓവറാണ് നിങ്ങളെ പെങ്ങളെ കളി. നിങ്ങളത് അതിനെക്കാട്ടി അപ്പുറം ഒരു പെങ്ങൾ സ്നേഹം ഈ ലോകത്ത് നിങ്ങളും മാത്രമേ ഉള്ളൂ. നിങ്ങളും ആങ്ങളും പെങ്ങളും, വേറെ ആരും ഇല്ല. അമ്മട്ട സ്നേഹമാണ്. ഞാൻ എന്റെ പെരേക്ക് ഇങ്ങനെ പോകണ്ട. എപ്പോഴെങ്കിലും ഞാൻ എന്റെ പെരേക്ക് പോകണമെന്നാണ് ഇങ്ങോട്ട് പോകണ്ട. ഈ പോക്ക് ഞാൻ നെയ്ച്ചോറുണ്ടാക്കണം പോലും. എനിക്കൊന്ന് വിളിക്കും, എനിക്ക് അത്ര എന്നോട് പറയാനുള്ളൂ. ഞാനേ പോവാണ്, വർക്കുണ്ട് എനിക്ക്. അല്ലേലും ഓൾക്ക് നിങ്ങളോട് വിളിച്ച് പറയാനല്ലേ നേരം ഉണ്ടായത്? അതെങ്ങനെ ആങ്ങളും പെങ്ങളും കൂടി ഇന്റെ കുറ്റം എന്തൊക്കെ വിളിച്ച് പറയണ്ടെന്ന് ആര് കണ്ട്? ആങ്ങളും കണക്ക് തന്നെയാണ്. പിന്നെ ഓൾ ഇങ്ങോട്ട് വന്നിട്ടേ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കല്ലേ. വിളിച്ചുമ്പോത്തിന് കൊണ്ടുവരും. എന്നാ സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞാൽ അത് കേൾക്കൂല. വിളിച്ചുമ്പോൾ ഇങ്ങോട്ട് കെട്ടുകണക്കിന് ഇങ്ങോട്ട് കൊടുന്നോളൂ. ഇറച്ചിയും മീനും ഇതായിട്ട് ഇതാണ് ദേഷ്യം വയ്ക്കുക. എന്നിട്ട് ബോൾ ഇങ്ങനെ കട്ടുമ്പോൾ കെടുക്കുക. ഞാൻ ഇങ്ങനെ ഓൾക്ക് വെച്ചുണ്ടാക്കി കൊടുക്കുക. വലിയ കാര്യമാണ് ഇപ്പത്. ഞാൻ നിങ്ങൾക്ക് നല്ല വിളിച്ച് പറഞ്ഞുതരാം. വന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് ഞാൻ പോവുക? വിളിച്ച് പറയണം പോലെ ഓള് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല വിളിച്ച് പറഞ്ഞുതരാം. അന്ത്യം തള്ളി ജീവിച്ചിരിക്കുമ്പോ തന്നെ മനുഷ്യന്മാർക്കൊരു സുഖം തരൂലായിരുന്നു. ഇപ്പൊ മകളും വന്നുങ്ങാണ്ട് മനുഷ്യന്മാർക്ക് ഇറങ്ങറാക്കും. പക്ഷേ ശരിക്കാ ഇക്ക പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും നിൽക്കൂല. 2 ദിവസം ഞാൻ നിൽക്കുള്ളൂ. ഞാൻ അതത് ഇവിടെ എത്തി. ഇമ്മാനോട് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു പോയിക്കോ, 2 ദിവസം നിന്നിട്ട് പോരേന്നുള്ളത്. ഇക്ക ഞാൻ കൂടുതലൊന്നും ഞങ്ങോട്ട് വരലില്ലല്ല. ഇമ്മിപ്പുള്ള കാലത്താണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വന്ന് നിന്നിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. 2 ദിവസം ഇന്നും നാളെ നിന്നിട്ട് മറ്റന്നാൾ ഞാൻ അങ്ങോട്ട് വരും. ഇക്ക വെക്കി ഇത്തേറ്റങ്ങൾ ഫോൺ വിളിക്കണത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത്ത വിചാരിക്കും എന്താ പോള് ഞാൻ അങ്ങോട്ട് വരണേനാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണെന്നുള്ളത്. എന്നാ ശരി, ഞാൻ ഇവിടെ എത്തിക്കണം. ഞാൻ വിളിക്കാം. മുപ്പത്തേര് വാതിലൊക്കെ തുറന്നിട്ട് അവിടെ പോയി കിടക്കുക. ഇത്ത തെസ്ലിയ, എന്തൊരു മുന്നറിയിപ്പില്ലാത്ത വരവ്? ഞാൻ രാവിലെ ഇക്കാനോട് വിളിച്ച് പറഞ്ഞിരുന്നേ ഞാൻ അങ്ങോട്ട് വരും എന്നുള്ളത്. ഇക്ക പറഞ്ഞില്ല നിങ്ങളോട്? ഇക്ക പറഞ്ഞിട്ടില്ല. ഇക്ക ചിലപ്പോ മറന്നതാവും. എന്നാ ഇങ്ങോട്ട് കേറി വാ. പിള്ളേരൊക്കെ ഒന്ന് രാവിലെ സ്കൂൾക്ക് പോയിട്ടുണ്ടാവില്ല എത്താ? പിള്ളേരൊക്കെ സ്കൂൾക്ക് പോയി. ഇങ്ങോട്ട് കേറി വരുമ്പോഴേ ഭയങ്കര സങ്കടാണ്. ഇമ്മ ഉണ്ടായിന്നൊക്കെ ഒരു സമാധാനായിരുന്നു. ഇപ്പൊ എന്തോ നമുക്ക് ഇമ്മാന്റെ മൗലൂദ് കഴിക്കണ്ടിത്ത. മൗലൂദൊക്കെ കഴിക്കണം. ഇക്കാക്കാണെന്നുണ്ടെങ്കിൽ മോളെ പണിയില്ല, പറ്റ പണിയില്ലാതായിരിക്കണ കാക്കാക്ക്. എന്നുണ്ടായതാന്നറിയോ? ഇന്നിപ്പോ ഒരു പണി കിട്ടിയപ്പോ അങ്ങോട്ട് പോയതാണ്. ഭയങ്കര സുയിപ്പായി നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ എനിക്കൊരു പിടുത്തം കിട്ടണില്ല. ആരോടെങ്കിലും കടം ചോദിച്ചാണ്ടപ്പത്തെ കാലത്ത് കിട്ടണ്, അതും കിട്ടൂല. ആൾക്കാർ പറച്ചിലെന്താണ്? ഓൻ പണിക്ക് പോണില്ലേന്നാ പറയുള്ളൂ. ഇതിന്റെ ഉള്ളത്തെ അവസ്ഥ ഇപ്പൊ എനിക്കും മൂപ്പരാൾക്കെല്ലാം അറിയുള്ളൂ. ഇനിയിപ്പോ ഇത്ര വലിയ ചെലവൊന്നും ഇല്ലല്ലോ. ഒരു മൊയിലേറ് വിളിച്ചുകൊണ്ട് മൊയിലൂത് കഴിക്കാന്. ഇനിയിപ്പോ വേറെ ആരും നമ്മൾ വിളിക്കൊന്നും വേണ്ടല്ലോ. ഈ നമ്മളെല്ലാരും കൂടി മാത്രം പോരാ. വേറെ പാരുള്ളത്? നമ്മൾ ഈ പെരക്കാര് മാത്രല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് വരുന്നത് എന്റെ മാപ്പിള അറിഞ്ഞിക്കണോ? ഇക്കപ്പോ ഞങ്ങോട്ട് വരുമ്പോ വിളിച്ചിരുന്നേ. വിളിച്ചപ്പോൾ ഇക്ക പറഞ്ഞത് ഇന്ന് തന്നെ അങ്ങോട്ട് പോയിക്കോന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് 2 ദിവസം നിന്നിട്ട് വരാന്നാണ്. ഇമ്മക്കുള്ളന്നല്ല പിന്നെ എന്നും വന്ന് നിക്കല്. ഇജ്ജതിനിപ്പോ കെട്ടിച്ചോടത്ത് അതിന് എന്നാ നല്ല പോലെ നിക്കല്. ഇമ്മ ഉള്ളൊന്നും കണക്കനെ, ഇല്ലാത്തൊന്നും കണക്കനെ. അല്ല, ഇജിപ്പോ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കില് എന്റെ അമ്മായിമാരുടെ അടുത്തും കുട്ടികളുടെ അടുത്തും ആരാണ്? പിള്ളേരെ സ്കൂൾക്കും മദ്രസക്കും ഒക്കെ പറഞ്ഞയക്കണ്ടേ? എന്റെ മാപ്പിളാണെങ്കിൽ ഇവിടെ ഇല്ലേനു. പിന്നെ അവരെ നോക്കൽ ആരാണ്? അമ്മായിമാരുടെ അടുത്ത് ആരാ ഉള്ളത്? വയസ്സായ തള്ളനിട്ട് കാണ്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് നിൽക്കാൻ വന്നിക്കണേ. അമ്മായിമാരുടെ അടുത്ത് നാത്തുണ്ട്. അത് പിന്നെ ഞങ്ങോട്ട് വന്നത്. ഇമ്മക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഇന്നോട് കുറെ പറഞ്ഞ് അനക്കിഞ്ഞിപ്പോ പോണം നിക്കാന് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എനിക്കെന്തോ ഇത്താന്റെയും മക്കളടുത്ത് നിക്കാനിട്ട് ഒരു പൊറുത്തിയേട്. അങ്ങനെ വന്നതാണ് ഞാൻ. ഇക്ക അവിടെ രാവിലെ പോയിട്ടുണ്ടാവില്ല. ഞാൻ ഇക്കാനോട് രാവിലെ വിളിച്ച് പറഞ്ഞിരുന്നേ വരും എന്നുള്ളത്. ഇക്ക പറഞ്ഞിട്ടില്ലല്ലേ? ഇജാന്നുണ്ടെങ്കില് വരുന്ന് എന്റെ അക്കാക്ക പറഞ്ഞു ചെയ്തില്ല. അല്ലെങ്കിൽ മൂപ്പരാളെ രാവിലെ പണിക്ക് പോകുമ്പോ എന്നോട് പറഞ്ഞൂടെ ഇജ് വരും എന്നുള്ളത്? എന്നാ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചീന്. എന്നാണെങ്കിൽ ആ മീൻകാരന് വന്നിട്ടും ഇല്ല. ഞാൻ അപ്പൊ അത് തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാച്ചിട്ടാണ്. പിള്ളേര് സ്കൂൾക്കും പോയിക്കല്ലേ. ഇനിയിപ്പോ ഓര് വരുമ്പോത്തിന് പോരാ. രണ്ട് തക്കാളി വാട്ടിങ്ങാണ്ട് ഒരു മുട പൊരിച്ചിങ്ങാണ്ട് തിന്നാച്ചിട്ടേന്ന്.
ഇപ്പൊ ഞാൻ ഇപ്പൊ എന്താ കാക്കല് പെട്ടെന്ന് കൂട്ടാൻ ഇക്ക അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വേണ്ടത്. എനിക്കിപ്പോ എന്തിനാ പ്രത്യേകിച്ച്, ഞാൻ പിള്ളേരെ ആരും കൊണ്ടുവന്നിട്ടില്ലല്ലോ. പിള്ളേരെ ഞാൻ അവിടെ സ്കൂൾക്ക് ആക്കിയിട്ട് പോന്നിക്ക, നാത്തും നോക്കും. നിങ്ങളൊക്കെ തിന്നണന്നെ മതി. ഇപ്പെന്താ ഇങ്ങനെ പറയണത്? ആയിട്ട് പറഞ്ഞല്ലടി, ഇതിപ്പോ വന്നിട്ട് ഞങ്ങക്കിപ്പോ ചോറിന് കൂട്ടാനീച്ചിട്ടൊന്നും തരാനും ഇല്ല. അതപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞത് അങ്ങനെ. ഇക്കാണെ പണിയില്ല, പട്ടിന്റെ മുക്കാലും അയക്കണ ഈ പെരന്റെ ഉള്ളിൽ. ആരോട് പറയാനാണ്? ആരോടും പറഞ്ഞിട്ട് കാര്യം. അമ്മ ഉണ്ടായി ഉമ്മാന്റെ ചികിത്സ കുറെ അങ്ങനെ അങ്ങോട്ട് പോയി, ചികിത്സക്ക് ഇച്ചിട്ട് പൈസ പോയി. പിന്നെപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് എനിക്കൊരു പിടുത്തമില്ല. കുട്ടികളല്ലേ വളർന്നു വരുന്നത്. ആ ബോധാന്നുണ്ടെങ്കിൽ എൻ്റെ അക്കാക്കില്ല, ഒന്നുമില്ല. ഇജ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അനക്കെന്തെങ്കിലും തരും ചെയ്യും. അതിന് അക്കാനെ വിളിച്ചങ്ങാണ്ട് ഒന്നും ഞാൻ ബുദ്ധിമുട്ടിക്കലെത്താ. അല്ല, അനക്ക് ഇപ്പൊ തന്നിക്കണെന്നല്ല പറഞ്ഞത്. ഇമ്മള്ളന്നേ ജിമ്മാനോട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. അപ്പൊ ഇമ്മ കാക്കാന്റെ അടുത്ത് വാങ്ങിയിട്ട് അനക്കെന്നല്ലേ തരില്ലേ? നിങ്ങൾക്കിപ്പോ വേറെ മക്കളൊന്നും ഇല്ലല്ലോ, നിങ്ങൾ രണ്ടാളും തന്നെയല്ലേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞല്ല, ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കണം ഇപ്പൊ. പിന്നെ ഇപ്പൊ ഇന്ന് തന്നെ കണ്ടില്ലേ, ഇത് എൻ്റെ അക്കാനോട് വിളിച്ച് പറഞ്ഞു വരുന്നത്. എൻ്റെ അക്ക എന്നോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇമ്മള്ളന്ന് ജിമ്മാനോടും വിളിച്ച് പറയും. അല്ലെങ്കിലും നാത്തുമാരെ കുറ്റം പറച്ചിലല്ലേ പണിയുള്ളത്. ചിലപ്പോ ഇജ്ജെന്തെങ്കിലും ഇജ്ജ് പറഞ്ഞിക്കണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇജ്ജെന്തെങ്കിലും എൻ്റെ ഉമ്മാനോട് വിളിച്ച് പറയും, ഇമ്മ എന്തെങ്കിലും ഇന്നെ പറ്റിയിട്ടൊക്കെ അങ്ങനെ പറയും. അതാവും ചിലപ്പോ എനിക്ക് ഇന്നോടൊരു അകൽച്ച. ഇപ്പൊ തന്നെ ഇപ്പൊ എൻ്റെ കാക്കാനോടല്ലേ ഇജ്ജ് വിളിച്ച് പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇന്നോടും പറഞ്ഞിട്ടില്ല. എങ്ങനെ ആയാലും അങ്ങനെ തന്നെ അല്ലേ. ഇല്ലത്താ, ഇമ്മ എനിക്ക് ഇത്താനെ പറ്റിയിട്ടൊന്നും വിളിച്ച് പറച്ചിലില്ല. ഇമ്മാന്റെ ഓരോ കാര്യങ്ങൾ പറയാന്നല്ലാതെ ഗുളികന്റെയും മരുന്നിന്റെയും കൂട്ടം പറയാൻ. ഇമ്മ എന്നോട് എന്റെ കുറ്റം പറച്ചിലുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പൊതുവെ ഒരു കാര്യം പറഞ്ഞതാണ്. അയച്ചിരിച്ച് വിഷമിക്കൊന്നും വേണ്ട. അതൊക്കെ പോട്ടെ. ഇജേ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്. ഞാനേ എൻ്റെ അക്കാക്കൊന്ന് വിളിച്ചട്ടെ. ഇനിയിപ്പോ പറഞ്ഞാലും പറഞ്ഞില്ലേലും ഇക്കൊരു കുഴപ്പമില്ല. അതെ, നിങ്ങൾ പെങ്ങള് വന്നിക്കണേ. ഞാൻ വിളിച്ചു പറയാൻ പറഞ്ഞിട്ടേ പറഞ്ഞില്ല എന്നുള്ള പരാതിയായിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഇനി കുറച്ച് ഇറച്ചിയും മീനും ഒക്കെ ഇങ്ങോട്ട് കൊടുന്നു കൊടുത്താ. ഞങ്ങളെ സെൽഫിലൊന്നും നിന്റെ ബാഗ് നിങ്ങൾക്ക് 2 പെൺകുട്ടികൾ വളരാന്നുള്ള ബോധമൊന്നും ഇല്ലല്ലോ. അതല്ലെങ്കിൽ നിങ്ങളെ പെങ്ങൾക്കും ഇല്ല. നിങ്ങളെ അടുത്തുനിന്നുള്ളത് മുക്കാനായിട്ട് വരികയല്ലേ. ഇനി നിങ്ങൾക്ക് പണി ഇല്ലാന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നല്ലോണം പറഞ്ഞാണ്ട് എനിക്ക് പണിയുണ്ട്, ഞാൻ അങ്ങനെയും വാരിക്കൂട്ടാന്നുള്ളത്. എന്നാ പിന്നെ ഇവിടുന്ന് ഒയ്യൂലോള് മനുഷ്യന്മാരെ സ്വയിപ്പാക്കാനായിട്ട്. എന്നാ ശരി, ഞാൻ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഇറ്റ തല കൊത്തി പറിക്കാൻ വരട്ടെ, ആങ്ങളും പെങ്ങളും കൂടി. ശരി, കുറച്ചും കൂടി വാരി കൊടുന്നാള്. വെച്ചുണ്ടാക്കാൻ ഇവിടെ വേലക്കാരി ഞാൻ ഉണ്ടല്ലോ. ഒരക്കമത്തെ പെങ്ങള് എല്ലാ ഈ നിൽക്കന്നെ. ഇപ്പോഴും ഡ്രസ്സൊന്നും മാറിയിട്ടിട്ട് ഇനിയിപ്പോ ഏതായാലും ചായ അടിച്ചിട്ട് മാറിയിടാം. കടിയൊന്നും ഇല്ല, ചായക്ക് ചായ ഉണ്ടാക്കാം. ഞാനേ പറ്റ മറന്നിട്ടാ, ഇപ്പോഴാണ് ഓർമ്മ. ഞാൻ അതാ പോവാൻ നിൽക്കാണ്. പിള്ളേർക്ക് മീറ്റിംഗ് ഉണ്ട് ഇന്ന് 2 മണിക്ക്. ഇപ്പൊ അതാ മെസ്സേജ് വന്നിട്ടാണ് ഇന്ന് 2 മണിക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട്, എക്സാമിന്റെ മീറ്റിംഗ്. ഞാൻ അതൊക്കെ പറ്റ മറന്ന്. ഇത്തക്കാനോട് പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ വരാട്ടോ. ആദ്യം തന്നെ അറിയാന്നുണ്ടെങ്കിൽ ഞാൻ വരൂലായി നിൽക്കാം. ഇതിപ്പോ ഇപ്പോഴാണ് മെസ്സേജ് വന്നത്. ഞാൻ നോക്കിയത് ഇന്ന് 2 മണിക്ക് എന്നുള്ളത്. ഞാനാണെങ്കിൽ ഇന്നലെ നോക്കാനും മറന്നുപോയി. അങ്ങനെ ഇത്തക്കാനോടൊന്ന് പറയണേ. ഇക്കാനോട് ഫോൺ വിളിക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞോണ്ട്. പിന്നെത്താ, ഇമ്മങ്ങളെ പറ്റിങ്ങാണ്ട് എന്നോടൊന്നും വിളിച്ച് പറയലില്ല കേട്ടോ. എന്നോട് എപ്പോഴും എന്താ പറച്ചിലെന്ന് അറിയത്താ, ജി ഇമ്മാനെ പോലെ കാണത്താനിന്നാണ്. ഇനി മുതൽ എനിക്ക് ഉമ്മാന്റെ സ്ഥാനാണെന്നാണ്. മരിക്കണേന്റെ 4 ദിവസം മുന്നേ കൂടി എന്നോട് പറഞ്ഞതാണ്. എനിക്ക് ഇനി ഇത്ത ഉണ്ടാവട്ടെ, എനിക്ക് ഉമ്മാന്റെ സ്ഥാനത്ത് എൻ്റെ എന്ത് സങ്കടമായാലും സന്തോഷമായാലും ചിത്താനോട് വിളിച്ച് പറയണം എന്നാ പറഞ്ഞത്. അല്ലാതെ ഇത്താന്റെ കുറ്റമായിട്ടൊന്നും ഇമ്മ എനിക്ക് വിളിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഇടക്ക് വരണ ഇത്താനും ബുദ്ധിമുട്ടിക്കണ വെച്ചിട്ട് വരുന്നതല്ല. ഇക്കാന്റെ കടങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ അവരാരെ വരാച്ചിട്ടൊരു കേറി വരാലേച്ചിട്ടേന്. അല്ലേലും കെട്ടിച്ച പെണ്ണുങ്ങളെന്നും അവിടെ തന്നെ നിൽക്കണം. പിന്നെ ഈ കെട്ടി ഒരുങ്ങിങ്ങാണ്ട് അവരാരെ പെരന്റെ പേരും പറഞ്ഞാണ്ട് കേറി വരുന്നതിന് ഭയങ്കര തെറ്റാണ്. എനിക്ക് ആദ്യം അതിനെ പറ്റി വല്ലാതെ മനസ്സിലായില്ല. ഇപ്പോഴാണ് എനിക്ക് ഓരോന്നും മനസ്സിലായത്. ഞാൻ സംസാരിച്ച് നിന്നിട്ടേ നേരം കളയണില്ല, ഞാൻ പോട്ടെ. മീറ്റിങ്ങിന് ഇപ്പൊ തന്നെ നേരം 11:30 ഞാൻ പോയിട്ട് വരട്ടെത്താ. ഇക്കാനോട് പറയണേ. ഞാൻ പോയിട്ടെത്താ. ആയിക്കോട്ടെ.
ഹാവും സമാധാനായി. ഞാൻ വിചാരിച്ച് 2 ദിവസം ഇവിടെ മുടിപ്പിച്ചിട്ടേ പോവുള്ളൂ. കിട്ടല് അല്ല ഈ കുട്ടി പോവാ. എല്ലാ തെസ്കിയ ഇജെന്താ പോണേ? ഇജ് വരുന്നത് ഞാൻ കണ്ട്. എന്താ വന്ന പാടന്നെ പോണേ? ആത്താ ഞാനേ വെറുതെ ഒന്ന് എത്താൻ്റെ അടുത്തേക്ക് വന്നതായിരുന്നു. ഇമ്മിപ്പം ജീവിച്ചിരിക്കുമ്പോ വരുന്നമാർക്ക് എപ്പോഴും വരാൻ പറ്റൂലല്ലോ. എത്താ എല്ലാത്തിനൊരു കണക്കില്ലേ? ഇതാപ്പൊ നല്ല കഥ. എനിക്ക് ഇവിടക്കൊന്ന് കേറി വന്നൂടെ? എന്റെ ഇമ്മിപ്പില്ലാച്ചിട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് കേറി വന്നൂടെ? ഞങ്ങളില്ല എനിക്ക്. ഇജെന്തിനാ ആ കാറ്റിൽ വിഷമിക്കണത്? ആരെന്നെ ഒഴിവാക്കിയാലും ഞങ്ങളില്ല എനിക്ക്. വരുമ്പോഴൊക്കെ നിങ്ങോട്ട് കേറി വന്നൂടെ? ഒരു നേരത്തേക്ക് വെള്ളം തരാനേ ഞങ്ങൾക്കൊരു മടിയില്ല. അതൊക്കെ ഇങ്ങനൊക്കെ എന്നോട് പറയാൻ തോന്നിയല്ലോ. അതെന്നെ വലിയ ഹയറ്. ഞാൻ കരുതിന്ന് ഇഷ്ട ആരും ഇല്ല എന്നുള്ളത്. ഇപ്പൊക്കെ മനസ്സിലായി കൂടെ പുറപ്പുകളില്ലെങ്കിലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. ഇന്ന് ഞാൻ പോയിട്ടെത്താൻ പിന്നെ വരണ്ട്. ആയിക്കോട്ടെ. എന്നുവെച്ചാൽ ഇനി വരുമ്പോ ഇങ്ങോട്ട് വരുവോണ്ടിട്ടോ.